ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു നൈറ്റി തയ്ച്ച് നോക്കിയാലോ? ഒരു ചുരിദാർ കട്ട് നൈറ്റി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പം ഞാനിവിടെ ഒരു നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലെങ്ത് എന്തേരം വേണോ അതനുസരിച്ച് നമുക്കതിനെ ഫോൾഡ് ചെയ്യാം. എനിക്കിതിൻ്റെ ഫുൾ ലെങ്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു കണക്കിന് ലെങ്ത് ആക്കിയിട്ട് ഞാനത് 4 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് പീസ് വീതം പാളി വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലതുപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് ശരിയാക്കി ഇടുക. അതിനുശേഷം നമുക്ക് ഒരു അളവിന് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് നമുക്കതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അത് തെന്നിപ്പോകുമെന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പേടിയുണ്ടെങ്കിൽ നമുക്കതിൽ നമ്മളത് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കൈയുടെ ഭാഗമൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചോക്കോ പേനോ നമ്മുടെ കയ്യിലുള്ള എന്ത് വെച്ചാണെങ്കിലും നമുക്കതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ആദ്യം കഴുത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യുവാണ്. നമുക്ക് തയ്യൽ തുമ്പിനുള്ളത് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാൻ. അതുപോലെ കൈക്കുഴിയുടെ അവിടവും നമുക്കതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്കും കൂടെ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലത്തെ ഷേപ്പല്ല, നമുക്ക് ആ താഴെ നമുക്ക് ഫുള്ളായിട്ട് വിരിവ് വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഫുൾ ഇതിൽ സ്പേസിലെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേരം വേണോ അതനുസരിച്ച് നമ്മളതിനെ ഷേപ്പ് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈൻ ഒന്നും കൂടെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കണം നമ്മൾ വെട്ടുന്നതിന് മുമ്പ്. അതിനുശേഷം നമുക്കതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ നൈറ്റി ക്ലോത്തിന് എടുക്കാം. ആദ്യം നമുക്ക് ഈ സൈഡ് വശം എടുക്കാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ കഴുത്ത് വെട്ടിയാൽ മതി. എന്തേരം ഇറക്കം വേണോ അതനുസരിച്ചുള്ള നീളത്തിൽ നമുക്ക് വിരിവ് വേണ്ടതിൻ്റെയും അനുസരിച്ച് നമുക്കിത് എടുക്കാം. അപ്പം നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. മാർക്ക് ചെയ്തിരിക്കുന്നിടത്തൂടെ തന്നെ കൃത്യമായിട്ട് നമ്മൾ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കൈയാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ആ കൈയുടെ അവിടെ ഷേപ്പ് ചെയ്തില്ല, അവിടെ തന്നെ നമ്മൾ കട്ട് ചെയ്താൽ മതി. അതൊരു കോൺ പോലെ വേണം കട്ട് ചെയ്യാൻ. കാരണം നമ്മുടെ കൈയുടെ താഴേക്ക് വരുന്നിടത്തിന് നമുക്ക് അത്രയും വണ്ണം വേണ്ട, നമ്മുടെ ആ വണ്ണം അനുസരിച്ച്. പിന്നെ നമ്മൾ ആ മേളിൽ നിന്നുള്ളവിടം കൈയുടെ കുഴി വെട്ടാൻ നേരം നമ്മളവിടെ ഒന്ന് ജസ്റ്റ് അളവ് പിടിച്ച് നോക്കുക. എനിക്കിപ്പോൾ ഏകദേശം ഒരു 9 ഒക്കെ മതി. അപ്പം നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ നമ്മൾ എന്തേരം വെട്ടിയിട്ടുണ്ടോ അതനുസരിച്ച് നമ്മൾ ചിരിച്ച് വരച്ചിട്ട് ഇപ്പം നമുക്കൊരു 9 കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എനിക്കൊരു 5 മതിയായിരിക്കും കൈക്ക്. പക്ഷെ എന്നാലും ഞാനൊരു 6 കിട്ടുന്ന വിധത്തിലാണ് ഞാനതിനെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽത്തും മണ്ണിൽ ഇച്ചിരി നമുക്ക് കൂടുതലിട്ട് നമ്മളെപ്പോഴും വെട്ടുവാണെങ്കിൽ അതായിരിക്കും സൗകര്യം. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു ഇച്ചിരി ഒന്ന് ടൈറ്റ് ആക്കുകയോ ലൂസാക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലും കറക്റ്റ് ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പം ഇത്രേ ഉള്ളൂ നൈറ്റിയുടെ കട്ടിങ്. ഇനിയിപ്പോൾ നമുക്കൊരു ഇച്ചിരി സ്റ്റൈലായിട്ടൊക്കെ നമുക്കതിനെ വെക്കാൻ വേണ്ടിയിട്ട് കഴുത്തിന് നമുക്കൊരു ചെറിയ പൈപ്പിംഗ് ഉള്ള ഒരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാനിന്ന് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതെന്നിട്ട് നമുക്കിതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് എന്തേരം ഇതിന് ലെങ്ത്ത് വേണോ അതനുസരിച്ച് നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇതുപോലെ ഡിസൈൻ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ച് ഓളം വീതിയിലാണ് ഞാനതിനെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പം നമുക്കതനുസരിച്ച് അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം. പോർഷനെ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ അവിടെ. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് വരുന്നിടത്ത് ഞാനൊരു കോണിപ്പ് പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 പാളിയുണ്ട്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.